സീസൺ 6 അങ്ങനെ ഒരാൾ കൂടി പുറത്തു പോയിരിക്കുകയാണ്. എവിക്ഷനല്ല, പണപ്പെട്ടി എടുത്താണ് പോയത്. എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് പണപ്പെട്ടി ടാസ്ക് നടന്നതും സംഭവിച്ചതൊക്കെ. അതിൽ പറയത്തക്ക ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പണപ്പെട്ടി എടുത്ത ആള് ഫെയിമിന് വേണ്ടിയാണോ അതോ മറ്റു മത്സരാർത്ഥികളുടെ നിർബന്ധത്തിന് വേണ്ടിയാണോ എന്നൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും എമൗണ്ട് കണ്ടിട്ടല്ലെന്ന് ഉറപ്പാണ്. അതുപോലെ ജാസ്മിൻ മിറർ ടാസ്കിൽ സംസാരിച്ചത് സത്യത്തിൽ സിമ്പതി കിട്ടാനല്ലേ, അതോ സ്വയം തിരിച്ചറിവുണ്ടായിട്ടാണോ? എന്തായാലും എപ്പിസോഡ് 87 പറയാൻ മാത്രം കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പണപ്പെട്ടി ടാസ്ക്. എല്ലാ സീസണിലും മെജോറിറ്റി ആൾക്കാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ് ഈ പണപ്പെട്ടി ടാസ്ക് അല്ലേ. അതിന്റെ മെയിൻ റീസൺ അധികാരം ഈ സംഭവത്തിന് മുൻപോട്ട് വരില്ല എന്നതാണ്. കാരണം ഒരു 50-50 മൈൻഡിലാണ് എല്ലാവരും ഉണ്ടാവുക. ലാസ്റ്റ് ഒരു തീരുമാനം എടുത്ത് വരുമ്പോഴേക്കും അതിന്റെ ടൈം കഴിയും. അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. ബിഗ് ബോസ് മലയാളം സീസൺ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരേ ഒരു മത്സരാർത്ഥി മാത്രമാണ് ഈ പണപ്പെട്ടി എടുത്ത് ഷോ കിറ്റ് ചെയ്ത്. മറ്റാരുമല്ല, സീസൺ 5 മത്സരാർത്ഥിയായിരുന്ന നാദിറയാണ്. ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ലേബലിലെത്തിയ നാദിറ അന്ന് പണപ്പെട്ടി ടാസ്കിലെ 7.25 ലക്ഷം രൂപ നേടിയാണ് ഈ ഷോയിൽ നിന്നും കിറ്റായി പോയത്. അന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെയാണ് കേട്ടോ ഇങ്ങനെ ഒരു സംഭവം നടന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെയാണ് നടന്നത്. അത്രയും നന്നായി ഗെയിം കളിച്ച ഒരാൾ ഈ പണപ്പെട്ടി എടുത്ത് പോയത് അന്ന് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തിനാണ് പോയത് എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെയൊന്നുമല്ല. സീസൺ 6 ഈ പണപ്പെട്ടി എടുത്തിരിക്കുന്നത് വൈൽഡ് കാർഡ് എൻട്രി ആയി എത്തിയ സായിയാണ്. എനിക്ക് തോന്നുന്നു കുറെ ആളുകൾ എക്സ്പെക്ട് ചെയ്ത പോലെയാണ് സംഭവിച്ചത്. കാരണം സായിയാണ് ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ പണപ്പെട്ടി എടുക്കുന്നൊക്കെ പറഞ്ഞിരുന്നത്. അതുപോലെ നന്ദനയും പറഞ്ഞിരുന്നു. മറ്റാരും ഈ സംഭവത്തെ കുറിച്ച്, അതായത് പണപ്പെട്ടി എടുക്കും എന്നൊന്നും പറഞ്ഞിരുന്നില്ല. നന്ദന ഓൾറെഡി എവിക്റ്റ് ആയതോടെ പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സായിയാണ്. അതുകൊണ്ട് തന്നെ മെജോറിറ്റി ആൾക്കാരും എക്സ്പെക്ട് ചെയ്തിരുന്നു. വീടിനുള്ളിൽ ഉണ്ടായിരുന്ന സിജോ, അതുപോലെ അഭിഷേക്, ഋഷി, ഇവർക്കൊക്കെ സായി പണപ്പെട്ടി എടുക്കുമെന്ന് അറിയാമായിരുന്നെങ്കിലും അവിടെയും സായി മൈൻഡ് ഗെയിം കളിക്കുന്നൊക്കെയാണ് ഭൂരിഭാഗം കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, സായി കിട്ടിയ ചാൻസിൽ പണപ്പെട്ടി എടുത്തു പോയി. ഇത്തവണ വീടിന്റെ ഉള്ളിലായിരുന്നു ഈ പണപ്പെട്ടി ഉണ്ടായിരുന്നത്. അതായത് ലിവിംഗ് റൂമിലായിരുന്നു ഈ പണപ്പെട്ടി ഉണ്ടായിരുന്നത്. എല്ലാ തവണയും എനിക്ക് തോന്നുന്നു ഗാർഡൻ ഏരിയയിലെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോക്സിലാണ് ഈ എമൗണ്ട് വെക്കാറുള്ളത്. ഇപ്രാവശ്യം ഒറ്റ ബോക്സാണ് ആദ്യം കൊണ്ടുവന്നത്. അതിലൊരു ചേഞ്ച് കൊണ്ടുവന്നു. 5 ലക്ഷം രൂപയാണ് ഫസ്റ്റ് ബിഗ് ബോസ് കൊടുക്കുന്ന എമൗണ്ട്. സ്റ്റാർട്ടിങ് തന്നെ ഒരു വലിയ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ ഒരു 10,000, 50,000 ആ ഒരു രീതിയിലാണ് വരാറ്. ഇപ്രാവശ്യം 5 ലക്ഷമാണ് ആദ്യം തന്നെ കൊടുത്തത്. മേ ബി എനിക്ക് തോന്നുന്നു പെട്ടെന്ന് പരിപാടി കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഇത്രയും എമൗണ്ട് കണ്ട് ഒരു പക്ഷെ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ മുൻപിലേക്ക് വരട്ടെ എന്നൊക്കെ കരുതി ആയിരിക്കണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. എന്തായാലും അധികം ടൈം ഒന്നും വേണ്ടി വന്നില്ല. അപ്പോഴേക്കും സായി പെട്ടിയെടുത്തു. അഭിഷേകും അതുപോലെ ഋഷിയൊക്കെ ഇതിനെക്കുറിച്ച് കാര്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഈ സായി പെട്ടെന്ന് പോയിട്ട് ഈ പണപ്പെട്ടി തൊടുന്നത്. ആദ്യം തന്നെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പണപ്പെട്ടി തൊടുന്ന ആള് എന്തായാലും ഈ ഷോയിൽ നിന്ന് കിറ്റാവുന്ന. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് സായി പോയിട്ട് ഇത് ടച്ച് ചെയ്യുന്നത്. അവരും ഈ പറഞ്ഞ പോലെ പണപ്പെട്ടി എടുക്കാനല്ല, ഫെയിമിന് വേണ്ടിയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അഭിഷേക് പറയുന്നുണ്ട് ഫെയിമാണ്, ഫിലിമിന് പോകണം, അതിന് വേണ്ടിയാണ് ബിഗ് ബോസിലേക്ക് വന്നത്, പണപ്പെട്ടി എടുക്കില്ല എന്ന്. ഋഷി ആണെങ്കിലും ഒരു ഓളത്തിനനുസരിച്ചാണ് ഇവിടെ എത്തിയത്, ഇത്രയും പ്രേക്ഷക പിന്തുണ ഉള്ള സ്ഥിതിക്ക് എന്തായാലും പണപ്പെട്ടി എടുക്കില്ല എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സായി ഈ പെട്ടി എടുത്ത് പോയത്. പെട്ടിയെടുത്ത റീസണായി സായി പറയുന്നത്, അതായത് മൈൻഡിൽ ഉണ്ടായിരുന്ന കാര്യമാണ് ചെയ്തത് എന്നാണ് സായി പ്രധാനമായിട്ടും പറഞ്ഞത്. അതായത് ബിഗ് ബോസ് ജേണിയിലെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നേടി ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആയി, അതായിരുന്നു ആവശ്യം, അതുകൊണ്ടാണ് പോകുന്നതെന്നൊക്കെയാണ് സായി ഈ പണപ്പെട്ടി എടുത്തുകൊണ്ട് പറഞ്ഞത്. ഒന്നെങ്കിൽ ഈ പറഞ്ഞ റീസൺ കൊണ്ടൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ജിൻഡോയും നോറയും പറഞ്ഞ പോലെ ഇതിലും കൂടുതൽ എമൗണ്ട് വന്നാലേ മറ്റാരെങ്കിലും പൈസ എടുക്കുമെന്ന് ഉറപ്പാണ്. അതൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം ഈ ഒരു പണപ്പെട്ടി എടുത്തിട്ടുണ്ടാവുക. ഇത് രണ്ടും അല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ബിഗ് ബോസ് സീസണിലെ എപ്പോഴും പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഒന്ന് ടിക്കറ്റ് ടു ഫിനാലെ, 2 പണപ്പെട്ടി, മറ്റേത് ബിഗ് ബോസ് കപ്പ്. ഇവയെല്ലാം എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. അതായത് കഴിഞ്ഞ സീസണിലെ നാദിറ പണപ്പെട്ടി എടുത്തൊക്കെ ഇന്നും എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണ്. അതുപോലെ സീസൺ 6 ഒരാൾ പണപ്പെട്ടി എടുക്കുക എന്ന് പറയുമ്പോൾ അതും എല്ലാ സീസൺ വരുമ്പോഴും ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും. പ്രത്യേകിച്ച് സായി അങ്ങനെ എടുക്കുമ്പോൾ സായി ഉദ്ദേശിച്ചിട്ടുണ്ടാവാം മിക്കവാറും ഒരു ഫെയിം ആയിരിക്കണം സീസൺ 6 നിന്നും പണപ്പെട്ടി എടുത്ത് പോയ ആൾ എന്നൊരു വിശേഷണമായിരിക്കും സായി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അല്ലാത്ത പക്ഷം ഒരു നോർമൽ മത്സരാർത്ഥി എന്ന പേര് മാത്രമാണ് ഉണ്ടാവുക. ഇതാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, സീസൺ 6 നിന്നും പണപ്പെട്ടി എടുത്തു എന്നൊരു ടാഗ് ലൈൻ ഒപ്പം കിട്ടും. ആ ഒരു രീതിയിലും സായി ചിന്തിച്ചിട്ടുണ്ടാവും. എന്തായാലും പണപ്പെട്ടിയായി സായി പുറത്തു പോയിരിക്കുകയാണ്. അതുപോലെ സിജോക്ക് ഇനി ആരായിരിക്കും കൂട്ടെന്ന് അറിയാനാണ് പ്രേക്ഷകർ വെയിറ്റ് ചെയ്തിട്ട്. കാരണം ഇവര് രണ്ടാളും അത്രയും ബോണ്ടായിരുന്നു. പല ഗെയിമുകളും പ്ലാൻ ചെയ്താണ് രണ്ടുപേരും കളിച്ചിരുന്നത്. പ്രത്യേകിച്ച് ജാസ്മിൻ, ജിൻഡോ, ഇവർക്കെതിരെ ഈ കരുക്കൾ നീക്കിയിരുന്നത്
ഇവർ രണ്ടുപേരും ചേർന്നാണ്. എന്തായാലും സായി പോയതോടെ സിജോ ഇനി ഒറ്റയ്ക്കായ അവസ്ഥയാണ്. ഇനി എന്തെല്ലാം ചേഞ്ച് ഉണ്ടാവും എന്നൊന്നും അറിയില്ല. അതിനാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ സായി പോയി, ഇനി ബിഗ് ബോസ് വീട്ടിലുള്ളത് 8 പേരാണ്. ഇനി 8 പേരെ വെച്ചാണ് ബാക്കിയുള്ള ദിവസങ്ങൾ മുൻപോട്ട് പോവുക. നെക്സ്റ്റ് വരുന്നത് മിറർ ടാസ്ക് ആണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ജിൻഡോ സംസാരിച്ച് സ്കോർ ചെയ്ത ഒന്നായിരുന്നു ഈ മിറർ ടാസ്ക് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ജിൻഡോയുടെ ചെറിയ ചെറിയ വീഡിയോസ് ആയിരുന്നു. അത്രയും ഭയങ്കര സെൽഫ് കോൺഫിഡൻസോടെയാണ് ജിൻഡോ സംസാരിച്ചിരുന്നത്. ആ ഒരു സംഭവം ഭയങ്കര വൈറലായിരുന്നു. ഇത്തവണ ജാസ്മിനും ഋഷിയാണ് ഉണ്ടായിരുന്നത്. ആദ്യം തന്നെ ജാസ്മിൻ്റെ കാര്യം പറയാം കേട്ടോ. ജാസ്മിൻ്റെ സംസാരം കേട്ട് ഒരു തിരിച്ചറിവ് ഉണ്ടായതുപോലെ പേഴ്സണലി എനിക്ക് തോന്നി. പക്ഷെ അങ്ങനെ ആവാനും ആവാതിരിക്കാനും ചാൻസ് ഉണ്ട്. ജാസ്മിൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിനുള്ളിൽ അല്ലെങ്കിൽ ഷോയിൽ എത്തിയതിന് ശേഷം ചെയ്ത ചില കാര്യങ്ങൾ തെറ്റാണ്, പുറത്ത് അത് നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്യരുതായിരുന്നു, അതെ ടോട്ടൽ പേഴ്സണാലിറ്റി ചേഞ്ച് ആയി, മുഴുവൻ കൺഫ്യൂഷനാണ്, ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. ഒരു പക്ഷേ ഇതിലൂടെ ഒരു സിമ്പതി നേടിയെടുക്കാനായിരിക്കാം. അതായത് ഫൈനൽ ആവാറായി, അത് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകരിൽ നിന്ന് ഒരു സിമ്പതി ഫീൽ കിട്ടുമെന്നറിയാം. ആ രീതിയിൽ സംസാരിച്ചതാവാം, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടാവാം. രണ്ടിലെ എന്തും ആവാൻ സാധ്യത കൂടുതലാണ്. ജാസ്മിൻ്റെ കാര്യം ആയതുകൊണ്ട് നമുക്ക് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ സിമ്പതി ഫീൽ ആവാം, അല്ലെങ്കിൽ സ്വയം തിരിച്ചറിഞ്ഞിട്ടാവാം. ഇതിൽ ഏതും ആവാൻ ചാൻസ് ഉണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, പുറത്തെത്തിയാൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചും എല്ലാം ജാസ്മിൻ ഈ ഒരു മിററിന്റെ മുന്നിൽ നിന്ന് പറയുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്രയും നാള് ചെയ്ത ഓരോ സംഭവങ്ങളെ കുറിച്ചും ജാസ്മിന് കൃത്യമായ ബോധമുണ്ട്. അതുകൊണ്ടാണ് എല്ലാം 1 by 1 ആയി എടുത്തു പറയുന്നത്. വീടിനുള്ളിൽ ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു, നീയായിട്ട് ചെയ്ത പ്രശ്നങ്ങളാണ് എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ തിരിച്ചറിവാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിമ്പതി ഫീൽ ആവാം, എന്താവാം. ഇനി ഋഷി ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിരുന്നു. അതായത് നെഗറ്റീവ് സൈഡ് ഓവർകം ചെയ്ത് ഇത്രയും ദിവസം നിന്നു, അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. ഇതിനെക്കുറിച്ചൊക്കെ ഋഷി സംസാരിക്കുന്നുണ്ട്. അതായത് ഓവർ തിങ്ക്, ഇമോഷൻസ്, ഫാമിലി ട്രോമ, ഇതൊക്കെ തനിക്കുണ്ടെന്ന് മനസ്സിലായത് ബിഗ് ബോസിലൂടെയാണെന്നൊക്കെ ഋഷി പറയുന്നുണ്ട്. എനിക്കൊന്ന് പറഞ്ഞതൊക്കെ കറക്റ്റാണ്. കാരണം വന്ന ആദ്യ ദിവസം തൊട്ട് ഋഷി ഫാമിലീനെ മിസ് ചെയ്യുന്നതും അതുപോലെ അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം ഇമോഷണലി വീക്കായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു കണക്ഷൻ, അതായത് ഋഷിയുമായി കണക്ഷനുള്ള ഒരാളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ ഋഷി പെട്ടെന്ന് ടോട്ടലി ഡൗൺ ആവും. അങ്ങനെയുള്ള ഒരാൾ ഇതുവരെ എത്തുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമില്ല. അതുപോലെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന അൻസിബ പോയതിനു ശേഷം ഋഷി പിടിച്ചു നിൽക്കുന്നുണ്ട്. അതൊക്കെ വലിയൊരു സംഭവം തന്നെയാണ്. ഋഷി തന്നെ മിററിന്റെ മുന്നിൽ നിന്ന് പറയുന്നുണ്ട്, അൻസിബ പോയി എന്നാലും ഞാൻ പിടിച്ചു നിന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ മിറർ ടാസ്കിൽ സംസാരിച്ച എല്ലാവരും മാക്സിമം സെൽഫ് കോൺഫിഡൻസോട് കൂടിയാണ് സംസാരിച്ചത്. കാരണം ആർക്കും സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റാർട്ടിങ് തൊട്ട് ഈ ഒരു ഇതുവരെയുള്ള തൻ്റെ ജേണി എങ്ങനെയാണെന്ന് എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചിരുന്നു. എല്ലാവർക്കും ജയിക്കണം, ഫൈനലിസ്റ്റ് ആവണം, അല്ലെങ്കിൽ ടോപ്പ് 5 എത്തണം, ഈ ഒരു മൈൻഡ് മാത്രമാണുള്ളത്. ആരും വിട്ടുകൊടുക്കാനൊന്നും തയ്യാറായിരുന്നില്ല. എല്ലാവർക്കും മാക്സിമം ജയിക്കണം എന്നുള്ളൊരു മൈൻഡ് മാത്രമാണുള്ളത്. ആ നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഇനിയുള്ള ടാസ്കുകളിൽ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ പ്രതീക്ഷിക്കാം. അവിടെ ആരും എനിക്ക് തോന്നുന്നില്ല ഒരു ഫ്രണ്ട്ഷിപ്പ് അതുപോലെ ഒരു കോംബോ കണക്ഷൻ ഇതൊന്നും നോക്കുമെന്ന്. എല്ലാവരും സ്വന്തമായിട്ട് ഗെയിം കളിക്കാൻ ശ്രമിക്കും. എപ്പിസോഡിൽ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പണപ്പെട്ടി ടാസ്ക് അതുപോലെ ഈ പറഞ്ഞ മിറർ നോക്കി സംസാരിക്കല് ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇതിനിടയിൽ ഒരു ടാസ്ക് കൊടുത്തിരുന്നു, ജസ്റ്റ് ഒരു ഫൺ രീതിയിലുള്ള ഒരു ടാസ്ക്. നാട്ടുരാജാവ് എന്നായിരുന്നു ഈ ടാസ്കിന്റെ പേര് പോലെ തന്നെ 9 പേരിൽ ഒരാൾ രാജാവാവും, ബാക്കിയുള്ളവര് പ്രജകൾ. അതായത് രാജാവ് പറയുന്നത് അനുസരിക്കുക. സായിയാണ് മെജോറിറ്റി താല്പര്യം കണക്കിലെടുത്ത് ആദ്യത്തെ രാജാവാകുന്നത്. സെക്കൻഡ് സിജോ. ഈ രാജാവിന് ചെങ്കോല്, കിരീടം, ഒപ്പം ഒരു താക്കോലും കൊടുക്കും. ഈ 3 നഷ്ടപ്പെട്ടാൽ രാജാവിന്റെ സ്ഥാനം തെറിക്കും, അടുത്ത ആൾ രാജാവും. അങ്ങനെയായിരുന്നു ഈ ടാസ്ക് ഉണ്ടായിരുന്നത്. അതുപോലെ രാജാവിന് നിയമങ്ങൾ നടപ്പിലാക്കാം, ഇതൊക്കെ ബാക്കിയുള്ളവർ അനുസരിക്കണം. ഇങ്ങനെയൊക്കെയാണ് ടാസ്ക് നടന്നത്. സത്യം പറഞ്ഞാൽ ഫൺ ടാസ്ക് 9 പേരും ഫൺ രീതിയിൽ തന്നെ ചെയ്തു. അതിൻ്റെ ഇടയിൽ ഒരു വഴക്കോ അടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ടാസ്ക് ചെയ്തു. അത്യാവശ്യം എൻ്റർടൈനിങ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു എപ്പിസോഡിൻ്റെ പകുതിയും ഈ ടാസ്ക് ആയിരുന്നു. എൻ്റർടൈനിങ് ആയിരുന്നുവെങ്കിലും ഈ പണപ്പെട്ടി ടാസ്ക് അതുപോലെ മിറർ ടാസ്ക് ഇതൊക്കെ കുറച്ചും കൂടി എപ്പിസോഡിൽ ഉൾപ്പെടുത്താമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഇതൊക്കെയാണ് ഈ പണപ്പെട്ടി ടാസ്ക് അതുപോലെ ഈ മിറർ ടാസ്ക് ഒക്കെയാണ് പ്രേക്ഷകർ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ. അതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഫൺ ടാസ്ക് ഓക്കെ കാണാൻ ആഗ്രഹമുണ്ട്, എന്നിരുന്നാലും മെയിനായിട്ടുള്ള സംഭവങ്ങൾ കുറച്ചും കൂടി ഉൾപ്പെടുത്തായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്തായാലും സായി പറഞ്ഞതുപോലെ പണപ്പെട്ടി എടുത്ത് പോയി. ഇനി 8 പേരാണ് ബിഗ് ബോസ് വീട്ടിലുള്ളത്. ഇതിൽ നിന്ന് 3 പേര് എവിക്റ്റ് ആവും. അത് കഴിഞ്ഞാൽ ഫിനാലെ വീക്കാണ്. ഇപ്പോഴും ടോപ്പ് 5 ആര് എന്നൊന്നും പറയാറായിട്ടില്ല. കാരണം ശ്രീതു, അർജുൻ,
ഇവരൊക്കെ എവിക്റ്റ് ആകും എന്നാണ് കരുതിയിരുന്നത്. പക്ഷെ അവരൊന്നുമല്ല, പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് എവിക്റ്റ് ആയി പോയത്. ഇവർ രണ്ടുപേരും അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം. അതുപോലെ സിജോയുടെ ഗെയിം പ്ലാനിങ് ഇനി എങ്ങനെയാകും എന്നറിയാനാണ് പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സിജോ തിരിച്ചെത്തിയ അന്ന് മുതൽ, അതായത് റീ എൻട്രി നടത്തിയ അന്ന് തൊട്ട് സായി പോകുന്നത് വരെയും രണ്ടുപേരും ചേർന്നാണ് ഫുൾ പ്ലാനിങ് നടത്തിയിരുന്നത്. അതിൻ്റെ ഇടയിൽ നിന്നാണ് നന്ദൻ എവിക്റ്റ് ആയത്. ഇപ്പോൾ സായി കൂടി പോയതോടെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ് നിലവിൽ സിജോയുടേത്. മേ ബി ഒറ്റയ്ക്ക് ഗെയിം കളിച്ചേക്കാം, അല്ലെങ്കിൽ അഭിഷേക് ആകും അടുത്ത കൂട്ട്. എന്തായാലും ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം.